പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ശബരിമല സന്നിധാനമാണ് നിങ്ങളുടെ ഈ ദൃശ്യങ്ങൾ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശബരിമല സന്നിധാനത്തെ ഏറ്റവും അപകടകരമായ ഒരു വസ്തുത ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളെ അറിയിക്കുകയാണ്. ശബരിമല സന്നിധാനത്തേക്ക് നമ്മൾ കയറുന്നത് ക്യൂ കോംപ്ലക്സ് കഴിഞ്ഞ് നടപ്പന്തൽ കഴിഞ്ഞ് ശബരിമല സന്നിധാനത്തേക്ക് ഇടത്തോട്ട് സ്റ്റെപ്പുകൾ കയറി നിൽക്കുന്നിടത്ത് വലതുവശത്ത് നടുക്ക് ഭാഗത്തായി വലിയൊരു ആൽമരമുണ്ട്. ഭക്തജനങ്ങൾക്ക് അവിടെ പോയവർക്ക് ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഇതിനിടത് ഭാഗത്ത് കർപ്പൂരാഴിയാണ്. ഇവിടെ നെയ്ത്തേങ്ങ ആളിക്കത്തുന്ന എറിഞ്ഞതിന് ശേഷം ആ ഒരു ഹോമകുണ്ഡം പോലെ ഒരു വലിയ അഗ്നികുണ്ഡം അവിടെ കത്തുന്ന ഒരു സ്പേസാണ് ഇടത് ഭാഗത്ത്. അവിടെ ആദ്യം കൃത്യമായൊരു ഗ്രില്ല് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവിടെ ഒരു ഗ്രില്ല് വെച്ച് ഹൈറ്റിൽ വെച്ചതായിട്ട് കാണുന്നത്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ മറ്റൊരു അപകടം ഈ ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് നിന്ന് കർപ്പൂരാഴിയിലേക്ക് തേങ്ങ എറിയുന്ന ഒരു പരിപാടിയുണ്ട്. കർപ്പൂരാഴിയിലേക്ക് തേങ്ങകൾ എടുത്തെറിയുന്ന ഈ സമയത്ത് ഈ തേങ്ങ ഇപ്പുറത്തുള്ള സ്വാമിമാരുടെ ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിനോളം വരുന്ന ഭക്തജനങ്ങൾ കൂടി നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഈ തേങ്ങ വന്ന് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വലിയൊരു അപകടത്തിന് വഴിവെക്കും. അതല്ലെങ്കിൽ കർപ്പൂരാഴിയിൽ നിന്ന് വലിയ തോതിൽ തീ ആളിക്കത്തുന്ന രീതിയിലുള്ളൊരു സംഗതി നമുക്കിവിടെ കാണാൻ കഴിയും. ഇതും വലിയ തോതിലൊരു അപകടത്തിലേക്ക് വഴിവെക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഒട്ടും ശ്രദ്ധയില്ലാത്ത രീതിയിലാണ് ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഈ ആലിൻ്റെ ഭാഗത്തോട്ട് കയറി നിൽക്കുന്ന ഈ പ്രദേശം, ഈ ഏരിയ എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ്. അതായത് ആയിരക്കണക്കിന് പേർ ക്യൂ കോംപ്ലക്സിൽ നിന്ന് ഈ ആൽമരം നിൽക്കുന്നിടത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ 18ാം പടിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഈ ഒരു പ്രദേശം ഒരു വലിയൊരു കുരുക്ക് പോലെയാണ്. ശരിക്കൊരു കയറിട്ട് കുരുക്കുന്ന പോലെയാണ്. ഭക്തജനങ്ങളെ ഒരു കയറിട്ട് കുരുക്കിയിരിക്കുന്ന പോലെയാണ് ഈ ഒരു ഭാഗം. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ക്യൂവിൻ്റെ ഭാഗം തുറക്കുമ്പോൾ ഞെരുങ്ങി ആകെ ചമ്മന്തിയായിട്ടാണ് സ്വാമിമാർ 18ാം പടിയുടെ ഭാഗത്തേക്ക് പോകുന്നത്. ഇത്രയും വലിയ കോടികൾ വരുമാനമുള്ള ഇത്രയും വലിയൊരു മഹാക്ഷേത്രത്തിന് എന്തുകൊണ്ടാണ് ഈ ചെറിയൊരു കാര്യം, ഇനി വലിയ കാര്യമാണെങ്കിലും ഇത് എന്തുകൊണ്ടാണ് പരിഹരിക്കാൻ പറ്റാത്തതെന്ന് മനസ്സിലാകുന്നില്ല. കർപ്പൂരാഴിയുടെ വിഷയമാകട്ടെ, അതുപോലെ ഈ ഭക്തജനങ്ങളുടെ ഈ വിഷയമാകട്ടെ, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നു. ഇത്രയും കോടിക്കണക്കിന് വരുമാനം അടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് ഒഴിച്ചാൽ നമുക്ക് സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടുപോയ അടിച്ചുമാറ്റിയ വിവരമൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഒപ്പം തന്നെ ഭക്തജനങ്ങളുടെ കാര്യത്തിലുള്ള ഈ അശ്രദ്ധ തീർത്തും വിഷമിപ്പിക്കുന്ന വലിയ ഒരു ഘടകമായി നിൽക്കുകയാണ്. ദയവ് ചെയ്ത് ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷ നിങ്ങൾ ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ വെറും ഉണ്ണാക്കന്മാരായിട്ട് വരുന്നവരല്ല. ഇവർ കഷ്ടപ്പെട്ട് എത്രയോ ദിവസങ്ങൾ 41 അതിൻ്റെ അല്ലാത്തവർ ചെറിയ നോയമ്പുകളാവട്ടെ 2 ആഴ്ച 21 ദിവസം, അത് പലതരത്തിൽ 30 ദിവസമൊക്കെ വ്രതമെടുത്ത് വരുന്ന ഈ ഭക്തജനങ്ങളുടെ ഒരു അയ്യപ്പസ്വാമിയോടുള്ള സ്നേഹം ദയവ് നിങ്ങൾ പരിഗണിക്കണം. ഇവിടെ വരുന്നവരെ ദയവ് ചെയ്ത് ഇത്രയും ഇടുന്നത് പോലെ പെരുമാറരുത്. അവർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കണം. അവർക്ക് നല്ലൊരു സംവിധാനത്തിൽ ഭഗവാനെ തൊഴാനുള്ള ഒരു സംഗതി ഉറപ്പാക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദയവ് ചെയ്ത് ഭക്തന്മാരെ ഇത്രയും കുരങ്ങ് കളിപ്പിക്കുന്ന രീതിയിൽ, ഭക്തന്മാരുടെ ജീവന് പോലും യാതൊരു സംരക്ഷണവുമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ പെരുമാറ്റം. ഇവിടുത്തെ പോലീസുകാരുടെ സഹകരണം ഒരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും നന്നായിട്ട് അവർ ഭക്തരോട് പെരുമാറുന്നു. അതിന് വലിയൊരു സല്യൂട്ട് പറയുകയാണ്. അത് ഏത് സമയത്ത് മാറും ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും ചെല്ലുന്ന സമയത്തെല്ലാം പോലീസുകാർ വളരെ നല്ല രീതിയിൽ ജനങ്ങളോട് സഹകരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവരോട് തട്ടിക്കയറാൻ ശ്രമിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറുമ്പോൾ അവർ തിരിച്ചും നിസ്സഹകരണം കാണിക്കും. കാരണം അവർ അവിടെ മണിക്കൂറുകൾ ക്യൂ നിന്ന് വരുന്ന ജനങ്ങളെ അവർ വളരെ നല്ല രീതിയിൽ സഹായിക്കുകയും അവർക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. മഴയും വെയിലും നോക്കാതെ പെരുമാറി ആ സ്ഥാനത്ത് ഡ്യൂട്ടിയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അവരെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റൂ. അവർക്ക് നമ്മൾ ഒരു തരത്തിലും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക. എന്നാൽ മറ്റു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള, അതായത് ഇപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിന് അയ്യപ്പന് മുന്നിലുള്ള നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം, അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥർ മറ്റ് സ്ഥലങ്ങളിൽ എന്തെങ്കിലും സംശയം ചോദിക്കാൻ ചെല്ലുമ്പോഴുള്ള ഒരു നിസ്സഹകരണമായ അവരുടെ പെരുമാറ്റം എല്ലാം പൊതുവേ അയ്യപ്പ ഭക്തരോടുള്ള വളരെ മോശമായ ആറ്റിറ്റ്യൂഡ്, വളരെ നിസ്സഹകരണമായിട്ട് അയ്യപ്പ ഭക്തരോട് പെരുമാറുന്ന രീതി ദയവ് ചെയ്ത് നിങ്ങൾ ഏത് ദേവസ്വം ബോർഡോ ആവട്ടെ നിങ്ങളത് കാണിക്കണം. നിങ്ങൾ ആ ഒരു വ്യക്തിത്വം കാണിക്കണം. ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം നിലനിൽക്കുന്നത് അവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ കാണിക്ക കൊണ്ടും അവരുടെ വഴിപാടുകൾ കൊണ്ടുമാണ് എന്ന് മറക്കാതിരിക്കുക. സ്വർണ്ണപ്പാളികൾ കട്ടെടുത്തതുപോലെയോ അടിച്ചു മാറ്റിയതോ പോലെയുള്ള സംസ്കാരം ഭക്തജനങ്ങളോട് കാണിക്കാതിരിക്കുക എന്നൊരു റിക്വസ്റ്റ് കൂടി വെക്കുകയാണ്. ഇത് ആരെയും അധിക്ഷേപിക്കാനല്ല, പൊതുവെ അവിടെ കണ്ടുവരുന്ന മോശം പ്രവണതകൾ ജനങ്ങളുടെ ഇടയിലേക്ക് അറിയിച്ചു എന്ന് മാത്രം. തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിൽ വെച്ച് നല്ലൊരു രീതിയിലുള്ളൊരു ഭരണ സംവിധാനം അവിടെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭക്തജനങ്ങൾക്ക് ഞങ്ങളും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്.
മാത്രമല്ല മറ്റൊരു കാര്യം പറയാനുള്ളത്, അവിടുത്തെ പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറയുന്ന സംവിധാനം വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണെന്ന് കൂടി പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. ധനുമാസം 1-ാം തീയതി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തിയ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കണ്ടതെല്ലാം ധനു 1-ാം തീയതി ഇവിടെ വന്ന് അയ്യപ്പസ്വാമിയെ കണ്ടുമടങ്ങിയ ഭക്തജനങ്ങളുടെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതടവില്ലാതെയുള്ള ജനപ്രവാഹമായിരുന്നു ശബരിമലയിലേക്ക് ധനു 1-ാം തീയതിയും അതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. താങ്ക് യു.